ಅಣ್ಣ ದಯವು ಸಂಜೆ ಕಾಲ್ ಕಟ್ ಮಾಡಾದೆ. ನಾನು സോളിക്കാകെ അല്ല അപ്പോൾ കാൾ ಮಾಡಿയത്. ಒಂದು സഹായ ಮಾಡಿ കൊടുക്കുക. സഹായിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല നീ എന്ന് പറ. നിന്റെ പേരെന്താ പറഞ്ഞേ? രുദ്ര അണ്ണ. ನಾನು പേര് രുദ്ര. രുദ്ര, നിന്നെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോ. ಸ್ವಲ್ಪ ನಾ ಹೇಳೋದು ಒಂದು ಕೇಳ್ಕುವ. ഹേയ്, നീ എന്ത് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ಅಣ್ಣ നിങ്ങൾ ಯಾರಾದ್ರೂ പറയില്ലെങ്കിൽ ಒಂದು ರಹಸ್ಯ ಹೇಳ್ತೀವಿ. എന്താന്ന് വെച്ചാ പറ. ಅದು ನಮ್ಮೂರടുത്ത് ದೇವಸ್ಥಾನ കുഴി തോണ്ടുമ്പോ ನನಗೂ കുറച്ച് ಚಿನ್ನ കിട്ടി. ചിന്നയാ? സ്വർണ്ണ അണ്ണ, സ്വർണ്ണ. അതെങ്ങനെയാലും ഒന്ന് വിട്ടു തരാവോ? സ്വർണ്ണ വിറ്റ് തരാനാ? എനിക്ക് ആ പരിപാടിയൊന്നുമില്ല. നീ വേറെ ആരെങ്കിലും നോക്ക്. നീ അങ്ങോട്ട് വിളിക്കാന്ന് പറ. രുദ്ര, ഒരു മിനിറ്റ്, ഇപ്പൊ വിളിക്കാം. സരിനാ. ತುಂಬಾ ಹೊತ್ತಾಯ್ತು, ನಡೀರಪ್ಪ. ಯಾರನ್ನ ಫೋನಲ್ಲಿ? ಯಾರಲ್ಲ, ಹೋಗು. ನಮ್ಮ ಊರಲ್ಲಿ பழைய தேவஸ்தானம் எடுத்து குள குத்தும்பா நன்கே ஒரு உண்டிகை நிறைய சின்ன கிட்டீனா. ഈ ഊരിൽ യാരാതാ തരഞ്ച നന്നെ കൊന്ന് അന്ന് സ്വർണം എടുത്തു പോകൂ. നിങ്ങള് വേറെ നാടാ, അതുകൊണ്ടാ നിങ്ങളോട് നാം പറഞ്ഞ. അതല്ല, ഈ പണിയൊന്നും എന്നോട് പറയണ്ട. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ನನ್ನ നാട്ടില് നനക്ക് ആരെയും വിശ്വാസില്ല. നാ ഒരു പണി ചെയ്യാം. ಸ್ವಲ್ಪ സ്വർണ്ണ നിമക്ക് കൊടുക്കാം. നിങ്ങളത് കൊണ്ടുപോയി സ്വർണ്ണാണോ നോക്കിയിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. ആകെ എത്ര ഉണ്ടെന്ന് ചോദിക്കും. വേണ്ട മുജീബിക്ക്, ആവശ്യമില്ലാത്ത പുലിവാലി കയറി പിടിക്കാൻ എനിക്ക് വയ്യാത്തോണ്ടാ. നീ ആദ്യം ഒന്ന് ചോദിക്കും. പുലിവാലി പിടിക്കണോ വേണ്ടോ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കയ്യിൽ എത്ര സ്വർണ്ണം ഉണ്ട് നിന്റെ? ಎಷ್ಟು ಅಂತ ಗೊತ್ತಿಲ್ಲ. ಸ್ವಲ್ಪ ഉണ്ട്. ಸ್ವಲ್ಪ ನಾ ಚಿಕ್ಕಪ್ಪ ಕೈಲುಂಡು. എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുതാ അണ്ണ. നനക്ക് നിങ്ങളെ വലിയ വിശ്വാസ. അതാ. ശരി, ഞാൻ അപ്പ ആലോചിച്ചിട്ട് വിളിക്കാം. ആയിട്ടോ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ജീവിതത്തിൽ രക്ഷപ്പെടാത്ത എന്തുകൊണ്ടാണെന്ന്? എടാ, ദൈവം ഓരോരോ അവസരങ്ങൾ തരുമ്പോ അത് തിരിച്ചറിഞ്ഞ് ഇരു കൈയും നീട്ടി സ്വീകരിക്കണം. എന്റെ പൊന്നു മുജീബിക്ക, എനിക്ക് ഈ സ്വർണത്തിന്റെ പരിപാടിയൊന്നും ചെയ്യാൻ ധൈര്യമില്ല. പുറത്തറിഞ്ഞ അഴിക്കുള്ളി പോവാൻ വേറൊന്നും വേണ്ട. തേങ്ങയാണ്. എടാ, കുഗ്രാമത്തിൽ ജീവിക്കുന്ന ആ മണ്ടന്മാര് ആരോട് പറയാൻ പോകുന്നു? പിന്നെ അത് വിൽക്കുന്ന കാര്യം അതെനിക്ക് വിട്ടാര്. എന്തായാലും ആ പൊട്ടന്മാരോട് സാമ്പിൾ വാങ്ങി നോക്കിയിട്ട് മതി ബാക്കി ഡീലിംഗ്. എടാ, ചൈനക്കാരുടെ വിശ്വാസം അനുസരിച്ച് ഒരാൾക്ക് ജീവിതത്തിൽ 4 ചാൻസേ കിട്ടത്തുള്ളൂ. ആദ്യത്തെ ചാൻസ് തന്നെ പ്രയോജനപ്പെടുത്തിയവരാണ് എലോൺ മസ്കിനെ പോലുള്ള നമ്പർ 1 കോടീശ്വരന്മാർ. രണ്ടാമത്തത്